الحمد لله حمدا كثيرا طيبا مباركا لله واحد القهار المؤمن الجبار المهيمن الغفار غافر الذنب وقابل التوب له الكتاب إليه الإياب وعليه الحساب نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة يا أيها الناس أوصيكم وإياي بتقوى الله أعوذ بالله السميع العليم من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم ولسوف يؤتيك ربك فترضى ألم يجدك يتيما فآوى ووجدك ضالا فهدى ആദരണീയരായ വിശ്വാസികളെ, സഹോദരന്മാരെ, സഹോദരികളെ, കാരുണ്യവാനായ അള്ളാഹുവിന്റെ കൽപ്പനകളെയും നിർദ്ദേശങ്ങളെയും ശ്രദ്ധിക്കണമെന്നും സൂക്ഷിക്കണമെന്നും തഖ്വയോടുകൂടെ ജീവിക്കണമെന്നും ഓർമ്മപ്പെടുത്തുകയാണ്, ശക്തിയായി വസിയത്ത് ചെയ്യുകയാണ്. പരിശുദ്ധ ഖുർആനും പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചര്യകളും അനുസരിച്ച് ജീവിതങ്ങളെ ചിട്ടപ്പെടുത്തി നമ്മെ പിരിഞ്ഞ വിശ്വാസികളായ സഹോദരീ സഹോദരന്മാർ, അള്ളാഹു അവരുടെ ജീവിതങ്ങളിൽ വന്നുപോയ വീഴ്ചകൾ പുറത്തു കൊടുക്കുകയും കരുണാവാരിധിയായ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മയും അവരെയും പരലോകത്ത് സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടുകയും ചെയ്യുമാറാകട്ടെ. നമ്മുടെ ജീവിത സാഹചര്യങ്ങളും ചുറ്റുപാടുകളും മാറി മറിഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. വ്യത്യാസങ്ങൾ നിരന്തരം വന്നുകൊണ്ടേയിരിക്കും. അനുകൂലമായ അവസ്ഥകൾ ഉണ്ടാകുമ്പോൾ അതിരുവിട്ട് ആഹ്ലാദിക്കാതിരിക്കാനും പ്രതികൂലമായ പരീക്ഷണ സാഹചര്യങ്ങളെ നേരിടേണ്ടി വരുമ്പോൾ ക്ഷമ അവലംബിച്ച് തരണം ചെയ്യാനുമാണ് ജീവിതവുമായി ബന്ധപ്പെട്ട ഓരോ രംഗങ്ങളിലും അള്ളാഹു നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരവും നിർദ്ദേശമനുസരിച്ചുകൊണ്ടുമാണ് ഇസ്ലാമിക പ്രബോധന പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുന്നതും പ്രവാചകനായി നിയോഗിക്കപ്പെടുന്നതും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിന്റെ പ്രബോധന പ്രവർത്തനങ്ങളുടെ ആദ്യ കാലഘട്ടം എന്ന് പറയുന്നത് പരീക്ഷണങ്ങളുടെ ആവർത്തനങ്ങളാണ്. നിരന്തരമായി ഒന്നിനു പുറകെ ഒന്ന് എന്ന രീതിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജീവിതത്തിൽ പരീക്ഷിക്കപ്പെട്ടുകൊണ്ടേയിരുന്നു. അബൂ ത്വാലിബിന്റെയും അബ്ദുൽ മുത്തലിബിന്റെയും മരണങ്ങൾ തന്റെ ജീവിതത്തിൽ ഒരു ഇണയേക്കാളേറെ താങ്ങും തണലും പിന്തുണയും സഹായവും സാമ്പത്തിക ഭദ്രതയും ഒക്കെ നൽകി കൂടെ ഉണ്ടായിരുന്ന ഖദീജ റളിയല്ലാഹു അൻഹയുടെ മരണം, എല്ലാ വാതിലുകളും മക്കയിൽ അടയുന്നു എന്ന് തോന്നിയപ്പോഴുള്ള ത്വായിഫിലേക്കുള്ള യാത്ര, ത്വായിഫിൽ നിന്ന് എത്ര പ്രതീക്ഷയോടുകൂടെയാണ് പോയത്, അതിനേക്കാൾ വലിയ നിരാശയോടുകൂടെയുള്ള പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മടക്കം, അള്ളാഹുവിന്റെ റസൂലിനെ മാത്രമല്ല കൂടെ നിൽക്കുന്ന വിശ്വാസികളായ ദുർബലരായ അടിമകളായ പാവപ്പെട്ടവരായ മനുഷ്യരെ മുഴുവൻ ആളുകൾ നിരന്തരമായി ശാരീരിക പീഡനങ്ങൾ ഉൾപ്പെടെ മർദ്ദനങ്ങളും പ്രയാസങ്ങളും അനുഭവിക്കുന്ന സാഹചര്യങ്ങൾ, താൻ ഏറ്റവും അധികം സ്നേഹിക്കുന്ന തന്റെ അനുയായികളിൽപ്പെട്ട വലിയൊരു ശതമാനം ആളുകൾ നാട്ടുകാരുടെ പീഡനങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി തന്നെ വിട്ട് അബസീനിയയിലേക്ക് യാത്ര പോകുന്നത്, ഇതെല്ലാം ഒരു വ്യക്തി ഇങ്ങനെ അനുഭവിക്കാൻ
നമ്മൾ എത്ര ത്യാഗവും ബുദ്ധിമുട്ടും സഹിക്കും നമുക്ക് വേണ്ടി, നമ്മുടെ കുടുംബത്തിന് വേണ്ടി, നമ്മുടെ മക്കൾക്ക് വേണ്ടി, നമ്മുടെ നല്ല ഭാവിക്ക് വേണ്ടി എത്ര വലിയ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും ഒക്കെ നമ്മൾ അനുഭവിക്കും. അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും പ്രയാസങ്ങളും പരീക്ഷണങ്ങളും ഒക്കെ മറ്റുള്ളവർക്ക് വേണ്ടിയാണെങ്കിലോ, ആരാണോ ഉപദ്രവിക്കുന്നത് അവർക്ക് വേണ്ടി പ്രയാസം അനുഭവിക്കുക, ആരാണോ കയ്യേറ്റം ചെയ്യുന്നതും ആക്രമിക്കുന്നതും അപവാദം പ്രചരിപ്പിക്കുന്നതും നാട്ടിൽ നിന്ന് ആട്ടിപ്പുറത്താക്കാൻ പരിശ്രമിക്കുന്നതും അവർക്ക് വേണ്ടി അധ്വാനിക്കുക, അവർക്ക് വേണ്ടി പരിശ്രമിക്കുക, അവർക്ക് വേണ്ടി പ്രവർത്തിക്കുക, ജീവിതം അവർക്ക് വേണ്ടി ഒടിഞ്ഞുവെക്കുക, അവരെ നന്മയിലേക്ക് ക്ഷണിച്ചുകൊണ്ടേയിരിക്കുക. അവര് രക്ഷപ്പെടട്ടെ, അവര് നന്നാവട്ടെ, അവർക്ക് പരലോകത്ത് സ്വർഗം കിട്ടട്ടെ എന്നാഗ്രഹിക്കുകയും അതിനുവേണ്ടി അധ്വാനിക്കുകയും ചെയ്യുക. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്നമാ അന ബശറും മിസ്ലുക്കും, ഞാൻ മലക്കല്ല. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നുണ്ട്, ഞാനൊരു മലക്കല്ല, ഞാൻ നിങ്ങളെപ്പോലൊരു മനുഷ്യനാണ്. ശരീരവും തൊലിയും മനസ്സും ഹൃദയവും തലച്ചോറും ഒക്കെയുള്ള, പനി വന്നാൽ ശരീരത്തിന് ചൂട് വരുന്ന, ദാഹം വന്നാൽ വെള്ളമെടുത്ത് കുടിക്കുന്ന, കല്യാണം കഴിക്കുന്ന, മക്കളുണ്ടാകുന്ന, കുടുംബമായി ജീവിക്കുന്ന, വികാരങ്ങളും വിചാരങ്ങളും ഒക്കെയുള്ള ഇന്നമാ അന ബശറും മിസ്ലുക്കും, ഞാൻ നിങ്ങളെപ്പോലെയുള്ള ഒരു മനുഷ്യനാണ്. എത്ര താങ്ങാൻ കഴിയും ഒരാൾക്ക്? ഒരേ സമയം എന്തെല്ലാം പ്രതിസന്ധികളെ അഭിമുഖീകരിക്കാനുള്ള കരുത്തൊരാൾക്ക് ഉണ്ടാവും. ഏതെല്ലാം രീതിയിൽ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും മർദ്ദനങ്ങളും എതിർ ശബ്ദങ്ങളൊക്കെ വരുമ്പോഴും നമ്മൾ പലപ്പോഴും വാട്സപ്പിൽ വരുന്നൊരു മെസ്സേജ് വായിച്ച് വാടിപ്പോകുന്ന ആൾക്കാരാണ് നമ്മൾ. എന്തെങ്കിലും ഒരു മെസ്സേജ് നമ്മളെക്കുറിച്ച് എന്തെങ്കിലും ഒരു നെഗറ്റീവായ ഒരു മെസ്സേജ് വന്നാല് അന്ന് തളർന്നു പോകുന്ന, വാടിപ്പോകുന്ന ആൾക്കാരാണ്. ആരോ എന്തോ എവിടെയേ കിടക്കുന്ന ഒരാള് നമ്മളെക്കുറിച്ചൊരു അഭിപ്രായം പറഞ്ഞാൽ അതിൽ തളർന്നു പോകുന്ന ആൾക്കാരാണ് നമ്മള്. ഇത് ഒരു നാട്ടുകാര് മുഴുവൻ എതിരെ നിൽക്കുകയാണ്. നാട്ടിലുള്ള അതിൽ കുടുംബക്കാരുണ്ട്, വേണ്ടപ്പെട്ടവരുണ്ട്, കൂട്ടുകാരുണ്ട്, ഒപ്പം ജീവിച്ചവരും കളിച്ചു വളർന്നവരുണ്ട്, സഹായിച്ചവരുണ്ട്, സഹകരിച്ചവരുണ്ട്. ഒരു നാട് മുഴുവൻ എതിരെ നിന്ന് ശത്രുത കാണിച്ച് ഈ ഉപദ്രവങ്ങളൊക്കെ ചെയ്യാൻ. എന്തിനാണ് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇതെല്ലാം സഹിക്കുന്നത്? അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരമാണ്. അള്ളാഹു പറഞ്ഞു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട്, ഇത് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പല സന്ദർഭങ്ങളിലും നേരിട്ട് അള്ളാഹു ആശ്വസിപ്പിച്ചിട്ടുണ്ട്. നമുക്കതിലുള്ള ചില പാഠങ്ങളുണ്ട്, ഞാനത് പറയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഹ്യ് ഒരു ഇടവേള ഉണ്ടായപ്പോൾ, അള്ളാന്റെ അടുക്കൽ നിന്ന് വഹ്യ് കിട്ടുമല്ലോ, അപ്പൊ അതിന് ഇടവേള കുറച്ചൊരു ഗ്യാപ്പ് വന്ന സമയത്ത് മക്കയിൽ ഒരു ജനസംസാരം ഉണ്ടായി. മുഹമ്മദിന്റെ ദൈവം മുഹമ്മദിനെ കൈവിട്ടിരിക്കുന്നു. ഒരു സ്ത്രീ വന്ന് നേർക്ക് നേരെ റസൂലിനോട് പറഞ്ഞു, മുഹമ്മദെ, ഇടക്കിടക്ക് വന്ന് ഒരു ഷെയ്ത്താൻ എന്തൊക്കെയോ ദുർബോധനം തന്നിരുന്നല്ലോ, ആ ഷെയ്ത്താൻ ഇപ്പൊ വരുന്നില്ലല്ലേ എന്ന് പറഞ്ഞു. ഒരു പെണ്ണ് വന്നിട്ട് അള്ളാന്റെ റസൂലിനോട്, വഹീന് തുടർച്ചയായി വരുന്ന വഹീന് ഒരു ഇടവേള ഉണ്ടായതാണ്. അപ്പൊ റസൂലിനെ വന്നിട്ട് നേർക്ക് നേരെ നിന്ന് ആൾക്കൂട്ടത്തിന്റെ ജനങ്ങളുടെ ഇടയിൽ നിന്നിട്ട് ഒരു സ്ത്രീ പറയാണ് റസൂലിനോട്, മുഹമ്മദെ, ഒരു ശൈത്താൻ വന്ന ദുർബോധനം ഇടക്കിടക്ക് തരാറുണ്ടല്ലോ, അതൊക്കെ നിന്നുവല്ലേ, അപ്പൊ അത് വരാറില്ല അല്ലേ എന്ന് പറഞ്ഞ് കളിയാക്കുകയാണ്. ആ സന്ദർഭത്തിൽ അവതരിപ്പിക്കപ്പെട്ട സൂറത്താണ് വദ്ദുഹാ വല്ലൈലി ഇദാ സജാ മാ വദ്ദഅക റബ്ബുക വമാ ഖലാ വലല്ലാഖിറതു ഖൈറുൻ ലക മിനൽ ഊലാ വലസൗഫ യുഅ്തീക റബ്ബുക ഫതർളാ. എന്താ പറയുന്നത്? വദ്ദുഹാ. ദുഹാ നമ്മൾ നിസ്കരിക്കില്ല, ദുഹാ നിസ്കാരല്ലേ, അതെപ്പോഴാ? ഉദിച്ചു പൊങ്ങുന്ന സൂര്യൻ പ്രകാശിച്ചു വരുന്ന ആ സമയം തന്നെയാണ് സത്യം. എല്ലാ ഇരുട്ടും മാറിയിട്ട് ഒരു പുത്തൻ സൂര്യോദയം മനുഷ്യന്റെ ജീവിതത്തിൽ ഉണ്ടാവും. അള്ളാഹ് അങ്ങനെ സംവിധാനിച്ചിട്ടുണ്ട്. സൂര്യൻ അസ്തമിച്ചിട്ട് രാത്രി തന്നെ ഇങ്ങനെ മുന്നോട്ട് പോകുക, അതുണ്ടാവില്ല. കുറച്ച് സമയം കഴിയുമ്പോ പുതിയ സൂര്യോദയങ്ങൾ. അള്ളാഹു നമ്മളെ പഠിപ്പിക്കുന്ന, നമുക്ക് തരുന്ന ഒരു സന്ദേശം, ജീവിതത്തിൽ എപ്പോഴെങ്കിലും എന്തെങ്കിലും ഇരുട്ട് വരുമ്പോ, ഇരുട്ട് എന്ന് ഞാൻ പറയുന്നത് സാമ്പത്തികമായിട്ട് ഇരുട്ട് വരും, കുടുംബത്തിന്റെ കാര്യത്തിൽ ഇരുട്ട് വരും, ജീവിതത്തിൽ ബുദ്ധിമുട്ടും തട്ടുമുട്ടും പ്രയാസങ്ങളൊക്കെ വരും.
ഇതെന്നത്തേക്കുമാണ് ആയിട്ടുള്ളതാണ് എന്ന് കരുതരുത്. അല്ലാഹുവിന്റെ റസൂലിനോട് പറയാണ് ഇതിങ്ങനെ സ്ഥിരമായിട്ടുള്ളതാണ് എന്ന് കരുത്. വദ്ദുഹാ, എല്ലാ ഇരുട്ടിനെയും വകഞ്ഞു മാറ്റി തെളിഞ്ഞു വരുന്നൊരു സൂര്യൻ അതുണ്ടാവുക തന്നെ ചെയ്യും. വല്ലൈലി ഇദാ സജാ, രാത്രി ശാന്തമാകും. എല്ലാ ഓട്ടവും ചാട്ടവും ക്ഷീണവും കഷ്ടപ്പാടും അധ്വാനമൊക്കെ കഴിഞ്ഞിട്ട് നിങ്ങൾക്കുണ്ടാവും ശാന്തമായി കിടന്നുറങ്ങാവുന്ന ഒരു രാത്രി. അത് വരിക തന്നെ ചെയ്യും. സമാധാനത്തോടുകൂടെ ശാന്തമായി കഴിഞ്ഞുകൂടാവുന്ന ഒരവസരം ആരുടെയും ജീവിതത്തിൽ ഉണ്ടാവുക തന്നെ ചെയ്യും. വദ്ദുഹാ വല്ലൈലി ഇദാ സജാ മാ വദ്ദഅക റബ്ബുക, ഉപേക്ഷിച്ചിട്ടില്ല നബിയെ. അള്ളാന്റെ പ്രയോഗമാണ്. അള്ള പറയാണ്, അള്ളാന്റെ റസൂലിനോട് സംസാരിക്കണം. മാ വദ്ദഅക റബ്ബുക, താങ്കളുടെ രക്ഷിതാവ് താങ്കളെ കൈയൊഴിഞ്ഞിട്ടില്ല. വമാ ഖലാ, താങ്കളെ ഉപേക്ഷിച്ചിട്ടില്ല, താങ്കളെ ഏതെങ്കിലും നിലക്ക് പ്രയാസപ്പെടുത്തുന്നില്ല അള്ളാഹു. വലലാഖിറതു ഖൈറുൽ ലക മിനൽ ഊലാ, ദുനിയാവിൽ ഉണ്ടാകുന്ന ഈ ബുദ്ധിമുട്ടും കഷ്ടപ്പാടൊക്കെ കാണുമ്പോ നിരാശ വരണ്ട. എല്ലാ ആശ്വാസവും ഉണ്ടാകുന്ന ഒരു ലോകം അത് പരലോകത്താണ്. ഇവിടെ ഇങ്ങനെയൊക്കെ ഉണ്ടാവും. അള്ളാഹ് ആശ്വസിപ്പിക്കണം. വലല്ലാഖിറ, ആഖിറത്താണ്, പരലോകാണ്. ബുദ്ധിമുട്ടില്ലാതെ, പ്രയാസമില്ലാതെ, ടെൻഷനില്ലാതെ, അസ്വസ്ഥതയില്ലാതെ, ആരോപണങ്ങളില്ലാതെ, ആക്ഷേപങ്ങളില്ലാതെ, ആരും ചീത്ത പറയാതെ, സഹായിച്ചും സഹകരിച്ചും സന്തോഷിച്ചും സന്തോഷിപ്പിച്ചും ഒരു ലോകം. വലല്ലാഖിറ ഖൈറുൽ ലക മിനൽ ഊലാ, ദുനിയാവല്ല വരാൻ പോകുന്ന ഒരു പരലോകം. ആത്യന്തികമായ സുഖസന്തോഷങ്ങളുടെ, സമാധാന സന്തോഷങ്ങളുടെ പ്രതീക്ഷ വേണ്ടത് പരലോകവുമായി ബന്ധപ്പെട്ട വലല്ലാഖിറതു ഖൈറുൽ ലക മിനൽ ഊലാ വലസൗഫ യുതീക, തീർച്ചയായും താങ്കളുടെ രക്ഷിതാവ് താങ്കൾക്ക് നൽകുക തന്നെ ചെയ്യും. അപ്പൊ വലിയ സമാധാനവും സംതൃപ്തിയും സന്തോഷവും ഉണ്ടാവും. ആര് തന്നാലും കിട്ടാത്ത സംതൃപ്തി. നമ്മളിങ്ങനെ വിചാരിക്കൂലേ, ഞാൻ പ്രതീക്ഷിച്ചതുപോലെ അയാളൊന്നും കൂടെ നിന്നിട്ടുണ്ടായിരുന്നെങ്കിൽ. പ്രതിസന്ധി ഉണ്ടായപ്പോ ഭാര്യ വീട്ടുകാര്, ഞാൻ ആഗ്രഹിച്ചു, അവരെടുത്ത് സൗകര്യങ്ങളുണ്ട്, സംവിധാനമുണ്ട്. അപ്പൊ ഞാൻ ആ പ്രതിസന്ധി വന്ന സമയത്ത് ഭാര്യ വീട്ടുകാരൊന്ന് കൂടെ നിന്നിരുന്നുവെങ്കിൽ, അളിയൻ ഒരു 10 ദിവസത്തിന് ഒരു സഹായം ചെയ്തിരുന്നെങ്കിൽ, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് കുടുംബത്തിലും ബന്ധങ്ങളിലും കൂട്ടുകാർക്കിടയിലും ഒക്കെ അകൽച്ചകൾ ഉണ്ടാകാറുള്ളത്. അല്ല പറയണം വലസൗഫ റബ്ബുക ഫതർദ, അല്ല തരും. അങ്ങനെ തരുമ്പോ വലിയ സംതൃപ്തിയാണ്. പടച്ചോൻ തന്നത് നിങ്ങൾക്ക് ഉണ്ടാകുക, അതും മതി, എനിക്ക് സന്തോഷായി എന്ന് തോന്നുന്ന ഒരവസ്ഥയിലേക്ക് അള്ളാഹു നിങ്ങൾക്ക് നൽകും. ഞാൻ ഈ സൂറത്തും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പരീക്ഷണവും ജീവിതത്തിലെ പരീക്ഷണവും ചേർത്തു പറഞ്ഞതാണ്. ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയത്തെ ഓർമ്മപ്പെടുത്തുന്നതിനു വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതകരമായ രാപ്രയാണവും ആകാശയാത്രയും ഉണ്ടായി. ഇസ്രാഉം മിഅ്റാജും ഉണ്ടായി. രാപ്രയാണം 1 മാസത്തെ വഴിദൂരമുള്ള മക്കത്ത് നിന്ന് പലസ്തീനിലെ മസ്ജിദുൽ അഖ്സയിലേക്കാണ്, ഷാമിലെ അഖ്സയിലേക്കാണ് അന്ന് അള്ളാഹുവിന്റെ പ്രവാചകന്റെ രാപ്രയാണം ഉണ്ടാകുന്നത്. ആകാശയാത്ര അവിടെ നിന്ന് പിന്നീട് അള്ളാഹു അദ്ദേഹത്തെ ആകാശയാത്ര നടത്തുകയും ചെയ്തു എന്നാണ് നമുക്ക് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു തന്ന അറിവുള്ളത്. അതിനെക്കുറിച്ച് അള്ളാഹു പറയുന്നത് അള്ളാഹുവിന്റെ പ്രവാചകനെ ആശ്വസിപ്പിക്കാനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങനെ പ്രതിസന്ധി, ബുദ്ധിമുട്ടും കഷ്ടപ്പാടും, ഞാൻ നേരത്തെ പറഞ്ഞില്ല, എല്ലാവരും എതിരാകുക ഒരു നാട്ടില്, എല്ലാവരും ചോദ്യം ചെയ്യുക, എല്ലാവരും എതിർക്കുക, എല്ലാവരും ശത്രുക്കളാകുക, എല്ലാ വാതിലും അടയുമ്പോ ത്വായിഫിൽ പോവുക. ത്വായിഫിൽ അമ്മാവന്മാരുണ്ട്, ഉമ്മാന്റെ കുടുംബക്കാരുണ്ട്. റസൂലിന്റെ ഉമ്മ വഴിക്കുള്ള കുടുംബമുള്ള നാടാണ് ത്വായിഫ്. അവരോടൊക്കെ പോയി സംസാരിച്ചു. ആരും ഏറ്റെടുത്തില്ല. ആരും ഏറ്റെടുത്തില്ല എന്ന് മാത്രമല്ല, അള്ളാന്റെ റസൂല് അവിടുന്ന് മടങ്ങിപ്പോരുന്നത് സ്വന്തം നാട്ടിൽ അനുഭവിക്കുന്നതിനേക്കാൾ വേദനയോടുകൂടെയാണ്. റസൂലിനോട് നാട്ടുകാർക്ക് എന്തായാലും എങ്ങനെ വിരോധം ഉണ്ടെങ്കിൽ ഉള്ളിന്റെ ഉള്ളിൽ അള്ളാഹുവിന്റെ പ്രവാചകന് ഒരു സ്ഥാനമുണ്ട് മക്കത്ത്. പക്ഷേ ത്വായിഫുകാർ റസൂലിനെ കല്ലെറിഞ്ഞ് ആട്ടി ഓടിക്കുക ചെയ്തത്. എറിഞ്ഞാട്ടി ഓടിച്ചു. അക്ഷരാർത്ഥത്തിൽ റസൂലുള്ളാഹിന്റെ കാലിൽ കല്ല് തട്ടി, അങ്ങാടിപ്പിള്ളേരെറിഞ്ഞ കല്ല് കാലിൽ തട്ടിയിട്ട് കാല് പൊട്ടി മുറിവ് വന്ന് ചോര ഒലിപ്പിച്ചിട്ടാണ് മുന്തിരിത്തോട്ടത്തിൽ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇരിക്കുന്നത്. ആ സമയത്താണ് മലക്ക് വന്നിട്ട് ത്വായിഫിനെ ഇല്ലാതാക്കട്ടെയോ എന്ന് ചോദിക്കുന്നത്. അല്ലാണ്ട് റസൂലിനോട് ചോദിക്കുകയാണ്. ത്വായിഫുകാര് മലയിടുക്കിലാണ് ത്വായിഫുകാർ ജീവിക്കുന്നത്. നബിയെ പർവ്വതത്തിന്റെ മലക്ക് വന്ന് ചോദിക്കുകയാണ്, ആ 2 മലകളും കൂട്ടി യോജിപ്പിക്കട്ടെയോ എന്ന് അള്ളാഹ് ചോദിക്കുന്നു.
അള്ളാന്റെ റസൂലിനോട് ചോദിക്കുക, അവർ നശിപ്പിക്കപ്പെടട്ടെയോ? അള്ളാഹുവിന്റെ ദൂതൻ ചെന്ന് സഹായം ചോദിച്ചപ്പോൾ കല്ലെറിഞ്ഞ് ആട്ടിയോടിക്കപ്പെട്ടവരെ പർവ്വതങ്ങളെ കൂട്ടി മറിച്ച് നശിപ്പിച്ച് കളയട്ടെയോ? ത്വായിഫിനെ ഇല്ലാതാക്കട്ടെയോ എന്ന് ചോദിക്കുകയാണ്. അള്ളാന്റെ റസൂല് മലക്കിന് കൊടുക്കുന്ന ഒരു ഉത്തരമുണ്ട്. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൻ ലിൽ ആലമീൻ. ശത്രുവിനോട് കാരുണ്യം കാണിക്കാൻ അള്ളാന്റെ റസൂലിനല്ലാതെ വേറെ ആർക്കെ കഴിയ? കല്ലെറിഞ്ഞ് ആട്ടി ഓടിച്ചവനോട് കാരുണ്യം കാണിക്കാൻ കഴിയുന്ന ഒരാൾ ലോകത്തെ മനുഷ്യന്റെ ചരിത്രത്തിൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളല്ലാതെ മറ്റാരുള്ളത്? അള്ളാന്റെ റസൂൽ പറഞ്ഞില്ല, അവര് നശിപ്പിക്കപ്പെടരുത്. അവരുടെ അറിവില്ലായ്മ കൊണ്ടാണ് അള്ളാഹുവേ, അവരുടെ അറിവില്ലായ്മ കൊണ്ടാണ് അവരെന്നോട് അങ്ങനെ ചെയ്തത്. അവരെ ഉപദ്രവിക്കരുത് റബ്ബേ. അർജൂ മിൻ അസ്ലാബിഹിം, ഞാൻ അവരുടെ വാരിയിൽ നിന്ന് പ്രതീക്ഷിക്കുകയാണ്. അല്ലാഹ വഹ്ദഹ, അല്ലാഹുവിനെ മാത്രം ആരാധിക്കുന്ന, വലാ യുശ്രികു ബിഹി ശൈഅ, നല്ല തൗഹീദുള്ള ലാ ഇലാഹ ഇല്ലല്ലാഹുള്ള പടച്ചവനെ പേടിയുള്ള അള്ളാഹുവിൽ ഭക്തിയും സൂക്ഷ്മതയുമുള്ള അടുത്തൊരു തലമുറയെ ഞാൻ പ്രതീക്ഷിക്കുന്നു ത്വായിഫിൽ. അതാണ് ഞാൻ അവരെ വാരിയല്ലിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു എന്ന് റസൂൽ പ്രയോഗിച്ചത്. അടുത്തൊരു തലമുറ. ഇപ്പോഴത്തെ ആൾക്കാരൊക്കെ എങ്ങനെയാണ്? പക്ഷെ എനിക്കൊരു ശുഭപ്രതീക്ഷ ഉണ്ട്. അടുത്ത ത്വായിഫിൽ അടുത്തൊരു തലമുറ, അള്ളാഹു നിന്നെ ഭയപ്പെടുന്നവർ, നിന്നെ പേടിക്കുന്നവർ, നിന്നെ സൂക്ഷിക്കുന്നവർ, അങ്ങനെ ഒരു തലമുറ ത്വായിഫിൽ നാളെ ഉണ്ടാകുമെന്ന് എനിക്ക് പ്രതീക്ഷയുണ്ട്. അതുകൊണ്ട് നാട് നശിപ്പിക്കല്ല റബ്ബേ എന്ന് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കുകയാണ്. ആ റസൂലിനെ ഈ വിഷമങ്ങളൊക്കെ ഉണ്ടായപ്പോ അള്ളാഹ് ആശ്വസിപ്പിച്ചതാണ്. അള്ളാഹു നൽകിയ ആശ്വാസമാണ് രാപ്രയാണവും ആകാശയാത്രയും. മനസ്സിന് കൊടുത്ത ഉറപ്പാണ്, ബലമാണ്, അള്ളാഹ് കൊടുത്ത പിന്തുണയാണ് ആകാശയാത്രയും രാപ്രയാണവും. നമുക്ക് കാണാം, പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വീട്ടിൽ റസൂല് പറയാണ് എങ്ങനെയാണ് ഈ രാപ്രയാണത്തിന്റെ തുടക്കം എന്താണ് എന്ന് പറയുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ജിബ്രീൽ വന്നു. അന്ന് ജിബ്രീൽ വന്നിട്ട് രാത്രി വീട്ടിലേക്ക് ജിബ്രീൽ വന്ന് അള്ളാഹുവിന്റെ പ്രവാചകന്റെ മക്കയിൽ എന്റെ വീടിന്റെ മേൽക്കൂര തുറന്ന് ജിബ്രീൽ വന്നു. ഫനസല ജിബ്രീൽ ജിബ്രീൽ ഇറങ്ങി വന്നിട്ട് എന്റെ നെഞ്ച് പിളർക്കുകയുണ്ടായി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നെഞ്ചു പിളർന്നു എന്ന് പറയുന്ന സംഭവം ചരിത്രത്തിൽ 2 തവണയുണ്ട്. ഒന്ന് ബനൂ സായിദയിൽ ചെറുപ്പത്തിൽ മക്കയിലെ ആളുകളുടെ ഒരു രീതി അനുസരിച്ച് മുലയൂട്ടാൻ ആളുകളെ ഏൽപ്പിക്കും. അങ്ങനെ ബനൂ സായിദയിലേക്കാണ് റസൂലിനെ കൊണ്ടുപോയത്. സ്ത്രീകൾ പല കുടുംബങ്ങളിൽ നിന്നുള്ള ആളുകൾ വന്നിട്ട് ഈ ഗ്രാമത്തിലെ ആളുകൾ വന്നിട്ടാണ് കുട്ടികളെ കൊണ്ടുപോകുക. അപ്പൊ ചെറുപ്പത്തിൽ അങ്ങനെ കൊണ്ടുപോകുന്നതിന്റെ ഒരു യുക്തി അറബികൾ പറയുന്നത്, നഗരങ്ങളിലെ ഭാഷ അത് സങ്കര ഭാഷയായിരിക്കും. ആളുകൾ വന്നു പോകുന്നിടത്ത് ഉപയോഗിക്കുന്ന ഒരു ലാംഗ്വേജ് മിക്സഡ് ആയിരിക്കും. പല നാട്ടുകാരും വരും, പല കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേഷൻ നടക്കും. ആ ഭാഷ എന്ത് ചെയ്യും? അതിന്റെ തനിമ നഷ്ടപ്പെടും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് തനിമയാർന്ന അറബി ഭാഷ കിട്ടാൻ, അറബികൾക്ക് എല്ലാവർക്കും ആ രീതിയുണ്ട്. അതിനുവേണ്ടിയാണ് ഗ്രാമത്തിലുള്ള സ്ത്രീകളുടെ കയ്യിലേക്ക് അവരാദ്യം കേൾക്കുന്ന ശബ്ദങ്ങൾ ഏറ്റവും തനിമയുള്ള ശുദ്ധ അറബി ഭാഷയായിരിക്കണം എന്ന ലക്ഷ്യം വെച്ചിട്ടാണ് പാല് കൊടുക്കാൻ, മുലയൂട്ടാൻ ഗ്രാമീണ സ്ത്രീകളെ ഏൽപ്പിക്കുന്ന ഏർപ്പാടുണ്ടായത്. അങ്ങനെ ബനൂ സായിദയിൽ നിന്ന് ഒരു 9ഓളം വരുന്ന സ്ത്രീകൾ മക്കത്തേക്ക് വരികയാണ്, കുട്ടികളെ ഏറ്റെടുക്കാൻ വേണ്ടി വരികയാണ്. അപ്പൊ പലരും വന്ന് മടങ്ങിപ്പോയി. റസൂലുള്ളാന്റെ വീട്ടിൽ ആരും ഏറ്റെടുത്തില്ല. കാരണം റസൂലുള്ള ഒരു അനാഥ കുട്ടിയാണ്, ബാപ്പല്ലാത്ത കുട്ടിയാണ്. ഒരു അനാഥ കുട്ടി എന്നുള്ള നിലക്ക് ആരും ഏറ്റെടുത്തില്ല പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ. അള്ളാന്റെ റസൂലിനെ അവസാനമായിട്ടാണ് ഹലീമ ഏറ്റെടുക്കുന്നത്. അത് ഒരു വലിയ താല്പര്യത്തോടുകൂടെയൊന്നും ആയിരുന്നില്ല. ഒരു അനാഥ കുട്ടി എന്നുള്ള നിലയ്ക്ക് മറ്റ് വീടുകളിൽ നിന്നും ഇല്ലാതെ വന്നപ്പോ ഏറ്റവും അവസാനമായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഏറ്റെടുക്കുകയും ആ ഏറ്റെടുത്തത് മുതൽ ബനൂ സായിദയിലെ ഹലീമയുടെ വീട്ടിൽ ദാരിദ്ര്യവും കഷ്ടപ്പാടും ബുദ്ധിമുട്ടൊക്കെ ഉള്ള വീട്ടിൽ പിന്നീട് ഒരുപാട് അത്ഭുതങ്ങളും അനുഗ്രഹങ്ങളും ഉണ്ടാകുന്നതൊക്കെ ചരിത്രത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. ഏതായിരുന്നാലും അതാണ് അള്ളാഹുവിന്റെ പ്രവാചകനെ നെഞ്ചു വളർന്ന ഒരു സംഭവം. രണ്ടാമത്തെ ഒരു സംഭവം, ഈ ആകാശയാത്രയുടെ രാത്രിയിൽ ജിബ്രീൽ വന്നു, എന്നിട്ട് എന്റെ നെഞ്ചു വളർന്നു സംസം വെള്ളം കൊണ്ട് കഴുകി. ഞാൻ ഈ കാര്യങ്ങൾ പറയുമ്പോൾ ഇതിലുള്ളൊരു വിഷയം എന്ന് പറയുന്നത്,
അള്ളാഹു ഈ കാര്യം അവതരിപ്പിക്കുന്ന സൂറത്ത് ഇസ്രായിലാണ്. ഇസ്രാ എന്നതാണ് രാപ്രയാണം. രാപ്രയാണം എന്ന പേരിൽ ഒരു സൂറത്തിന് പേരുണ്ട്, ഇസ്രാ എന്ന്. ആ രാപ്രയാണം എന്ന് പറയുന്ന സൂറത്ത് ആരംഭിക്കുന്നത് സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാമി ഇലൽ മസ്ജിദിൽ അഖ്സ. മസ്ജിദുൽ ഹറമിൽ നിന്ന് മസ്ജിദുൽ അഖ്സയിലേക്ക് അല്ലാഹുവിന്റെ റസൂലിനെ രാപ്രയാണം ചെയ്യിച്ച അല്ലാഹു എത്ര പരിശുദ്ധ. സുബ്ഹാനല്ലാഹ്. എപ്പോഴാണ് നമ്മൾ സുബ്ഹാനല്ലാഹ് പറയാ? സുബ്ഹാനല്ലാഹ് പറയാ ആശ്ചര്യം പ്രകടിപ്പിക്കാനാണ്. അത്ഭുതങ്ങൾ കാണുമ്പോഴാണ് സുബ്ഹാനല്ലാഹ് പറയാ. അള്ളാഹു തന്നെ രാപ്രയാണത്തെക്കുറിച്ച് പറയുന്നത് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലൂടെ പ്രകടിപ്പിക്കപ്പെട്ട അത്ഭുതം എന്നുള്ള നിലക്കാണ് പരിശുദ്ധ ഖുർആൻ രാപ്രയാണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ അവതരിപ്പിക്കുന്നത്. ഇത് ഒരു നമ്മുടെ ഒരു സാധാരണ ബുദ്ധി വെച്ച് നാട്ടിൽ നടക്കുന്ന സാധാരണ സംഭവങ്ങളെ പോലെയല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ രാപ്രയാണം. ഒരു രാത്രി ആകാശത്തേക്കൊന്നും പോണ്ട, ഹറമിൽ നിന്ന് മക്കത്തുനിന്ന് ഷാമിൽ, അന്നത്തെ ഷാം പലസ്തീനും ഇന്നത്തെ സിറിയയും ഒക്കെ ഉൾപ്പെടുന്ന വലിയ പ്രദേശത്തെയാണെന്ന് ഷാം എന്ന് പറയുന്നത്. അപ്പോ മക്കത്ത് നിന്ന് ഷാമിലേക്ക് ഒരാള് ഇന്നലെ രാത്രി പോയി തിരിച്ചു വന്നു എന്ന് മക്കത്ത് പറഞ്ഞാൽ അത് വലിയ അത്ഭുതമാകും ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം. അങ്ങനെയാണ് ചരിത്രത്തിൽ നമുക്ക് വായിക്കാൻ കഴിയും അബൂബക്കർ സിദ്ദീഖിന് ആ പേര് കിട്ടുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഞാൻ ഇന്നലെ രാപ്രയാണം ചെയ്ത് അഖ്സയിൽ, ഫലസ്തീനിൽ, ഷാമിൽ പോയി, മസ്ജിദുൽ അഖ്സയിൽ പോയി ഞാൻ അവിടെ നിന്ന് നിസ്കരിച്ച് രാത്രി മടങ്ങി വന്നു എന്ന് നാട്ടുകാരോട് പറഞ്ഞപ്പോ നാട്ടുകാരെല്ലാവരും ചിരിക്കാൻ തുടങ്ങി, കളിയാക്കാൻ തുടങ്ങി, കളവാക്കാൻ തുടങ്ങി. ബാക്കി പറയുന്നതിൽ നമുക്കൊരു സംശയം ഉണ്ടായിരുന്നില്ല. ഇത് പറഞ്ഞതോടുകൂടെ മുഹമ്മദ് പറയുന്നത് കള്ളത്തരമാണ്, ആളുകൾ വെറുതെ കളിയാക്കുകയാണ് എന്ന് മനസ്സിലായില്ലേ എന്ന് ചോദിച്ച് ഇത് വെച്ച് ആളുകൾ വലിയ പ്രചരണം നടത്താൻ തുടങ്ങി. ആ പ്രചരണത്തിന്റെ ഭാഗമായിട്ട് ഒരാൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ മുമ്പിലെത്തിയാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിനോട് പറഞ്ഞു, മുഹമ്മദ് അവകാശപ്പെടുന്നത് ഇപ്പൊ പുതിയൊരു അവകാശവാദം ഇന്ന് രാവിലെ മുഹമ്മദ് പറയുന്നത് ഞാൻ ഇന്നലെ രാത്രി ഷാമിൽ പോയി അഖ്സയിൽ, മസ്ജിദുൽ അഖ്സയിൽ നിസ്കരിച്ചിട്ടാണ് വരുന്നത് എന്ന് മുഹമ്മദ് പറയുന്നുണ്ട്. താങ്കളുടെ കൂട്ടുകാരൻ അങ്ങനെ പറയുന്നുണ്ട് എന്ന് പറഞ്ഞ് അബൂബക്കർ സിദ്ദീഖ് ആണ് വലിയ പിന്തുണ റളിയല്ലാഹു അൻഹു. അപ്പൊ അദ്ദേഹത്തോട് പോയി പറയണം അങ്ങനെ വലിയ ഒരു പ്രചരണം മക്കത്ത് നടക്കുന്നുണ്ട്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ ആദ്യത്തെ പ്രതികരണം അദ്ദേഹം അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ ഒരു ബോധ്യമാണ്. അദ്ദേഹം അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സത്യമാണ്. അള്ളാഹുവിന്റെ ദീനിനോടും ഹദീസിനോടും ഒക്കെയുള്ള നിലപാടാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു പഠിപ്പിക്കുന്നത്. ഒരു സംഗതി ഇങ്ങനെ പറയുമ്പോ അത് നമ്മൾ ഇങ്ങനെ ബുദ്ധിമുട്ട് ആലോചിക്കുന്ന കുറെ ആൾക്കാരുണ്ട് മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ. അതങ്ങനെ നടക്കുമോ, അതിങ്ങനെ നടക്കുമോ, അത് അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ വരും, ഇങ്ങനെയാണെങ്കിൽ അങ്ങനെ സംഭവിക്കുമോ എന്നൊക്കെ ചോദിച്ചാൽ അതും അങ്ങനെ വലിയ ചർച്ച നടത്തുന്ന ആൾക്കാരുണ്ട്. ബുദ്ധി വെച്ച് ചിന്തിച്ചാൽ ഒരു മനുഷ്യൻ ഒരിക്കലും ഒരു മാസത്തെ വഴിദൂരാണ് ഒട്ടകപ്പുറത്തോ കുതിരപ്പുറത്തൊക്കെ പോവുകയാണെങ്കിൽ ഷാമും അന്ന് മക്കയും തമ്മിൽ കുതിര ഉപയോഗിച്ച് പോവുകയാണെങ്കിൽ തന്നെ ഒരു മാസ യാത്രയാണ്. അതാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്. ഞാൻ ഇന്നലെ രാത്രി അവിടെ പോയി 2 റക്അത്ത് നിസ്കരിച്ചു. നബിമാരൊക്കെ എന്റെ പിന്നിലുണ്ടായിരുന്നു. ഇബ്രാഹിം നബിയും ഈസാ അലൈഹി ഇസ്ലാമയും യഹ്യ അലൈഹി ഇസ്ലാമയും ഇദ്രീസ് നബിയും യൂസുഫ് നബിയും ഉൾപ്പെടെ അല്ലാഹുവിന്റെ റസൂൽ പറയാണ്, ഈ നബിമാരൊക്കെ എന്റെ പിന്നിൽ നിന്ന് ഞാൻ അവർക്ക് ഇമാമായി നിന്ന് 2 റക്അത്ത് അഖ്സയിൽ നിന്ന് നിസ്കരിച്ചിട്ടാണ് ഞാൻ വരുന്നത് എന്ന് നേരം വിളിച്ചിട്ട് മക്കത്തെ ആൾക്കാരോട് പറയുമ്പോ രണ്ട് പ്രതികരണങ്ങൾ. ഒന്ന്, വിശ്വാസമില്ലാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ കളിയും തമാശയാണ്, ഇത് നുണ പറച്ചിലാണ്, ഒന്നും ഉണ്ടായിട്ടില്ല. പക്ഷെ വിശ്വാസമുള്ള ഒരാൾ എങ്ങനെയാ പ്രതികരിക്കുക? അതാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കാണിച്ചിരുന്നത്. അള്ളാഹുവിന്റെ പ്രവാചകൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അങ്ങനെ ഒരു ഇത് പറയുന്നത് എന്തിനാ വെച്ചാൽ അത് നേരിട്ട് കേട്ടിട്ടില്ലല്ലോ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സത്യമാണ്. ഹദീസിനോട് ഒരു വിശ്വാസിയുടെ നിലപാട് അതായിരിക്കണം. ഹദീസ് സ്വഹീഹാണെങ്കിൽ എന്ന് പറഞ്ഞാൽ റസൂൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സത്യമാണ്. അപ്പൊ എന്റെ ബുദ്ധിക്ക് അത് ബോധ്യപ്പെടുന്നില്ലല്ലോ, അത് മാനദണ്ഡമല്ല. അബൂബക്കർ സിദ്ദീഖിന് അദ്ദേഹത്തിന്റെ ബുദ്ധി മാനദണ്ഡമല്ല. എന്താ കാരണം? പറയുന്നത് അള്ളാന്റെ റസൂലാണ്. അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ ഹദീസുകളോടും സ്വഹീഹായ
മുഴുവൻ ഹദീസുകളോടും അത് നമ്മുടെ ബുദ്ധിക്ക് യോജിച്ചാലും ഇല്ലെങ്കിലും, ബോധ്യപ്പെട്ടാലും ഇല്ലെങ്കിലും അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞതാണെന്ന് തീർപ്പുള്ള ഉറപ്പുള്ള ഒരു കാര്യത്തോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ യുക്തി നമുക്ക് മനസ്സിലാവില്ല. വഹീന്റെ അടിസ്ഥാനത്തിലല്ലേ റസൂൽ സംസാരിക്കുക. അതുകൊണ്ട് റസൂൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സത്യമാണ്. അതെനിക്ക് ബോധ്യപ്പെട്ടാലും ഇല്ലെങ്കിലും ആൾക്കാരിങ്ങനെ വരും, ഈച്ചന്റെ ഹദീസ് ഇത് ശരിയാണോ? ഈച്ചന്റെ ഒരു ചിറക് മേലക്ക് ഒരു ചിറക് താഴത്തൊക്കെ നിന്നിട്ടാണ് ഈച്ച വീണാൽ മറ്റേ ചിറകും കൂടെ മുക്കിയാൽ മതി, അപ്പൊ അതുകൊണ്ടുള്ള എന്തെങ്കിലും പ്രയാസം ഈച്ച വീണ വെള്ളത്തിലുണ്ടെങ്കിൽ അതുകൊണ്ട് മാറും എന്നൊക്കെ റസൂല് പറഞ്ഞത്. ഇതൊക്കെ എങ്ങനെയാ? ഇതെന്താ? ഇതിന്റെ യുക്തി എന്താ? ഇതിന്റെ ശാസ്ത്രം എന്താണ് എന്നൊക്കെ ചോദിച്ചിട്ട് ആൾക്കാർ വരും. ഞാൻ പറയുന്നത് എന്ത് റസൂലുള്ള പറഞ്ഞ എന്ത് കാര്യത്തോടും ഒരു മുസ്ലിമിന്റെ നിലപാട് പഠിപ്പിക്കുകയാണ് അബൂബക്കർ സിദ്ദീഖ്. സത്യപ്പെടുത്തുന്ന അബൂബക്കർ, അല്ലാഹുവിന്റെ റസൂലിനെ സത്യപ്പെടുത്തുന്ന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ഏതായിരുന്നാലും അവിടെ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അങ്ങനെ സത്യപ്പെടുത്തി. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ രാപ്രയാണമുണ്ടായി. എല്ലാ കാര്യങ്ങളിലും അത്ഭുതമാണ് ഉണ്ടായത്. എല്ലാ കാര്യങ്ങളും അത്ഭുതമാണ്. അവിടുന്ന് അങ്ങോട്ടുള്ള കാര്യങ്ങളൊക്കെ അത്ഭുതങ്ങളാണ്, സാധാരണ സംഭവങ്ങളല്ല. അതാണ് ഇന്നമാ അന ബശറും മിസ്ലുക്കും യൂഹാ ഇലയ്യ, ഞാൻ നിങ്ങളെപ്പോലുള്ള ഒരു മനുഷ്യനാണെന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ കുറെ മുഹമ്മദ് ഉണ്ട്. ആ മുഹമ്മദും മക്കത്തെ അള്ളാന്റെ റസൂലും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? യൂഹാ ഇലയ്യ, വഹയ്യ് കിട്ടുന്നുണ്ട്. അള്ളാന്റെ റസൂലിന് വഹയ്യ് കിട്ടിയിട്ടുണ്ട്. അള്ളാന്റെ റസൂൽ റസൂലായി തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. അള്ളാഹുന്റെ റസൂലിന് റസൂലാണ് എന്ന മഹത്വമുണ്ട്. അതുകൊണ്ട് മനുഷ്യൻ എന്ന പദവി പോകുമോ? മനുഷ്യനല്ലാതായി മാറുമോ? ദിവ്യത്വം ഉണ്ടാകുമോ? അത്ഭുതകരമായ സ്വയം എന്തെങ്കിലും കഴിവുകൾ റസൂലിനൊക്കെ കൊടുത്തിട്ടുണ്ടോ? അതൊന്നുമില്ല. മനുഷ്യനാണ്. വിശക്കും, കല്യാണം കഴിക്കും, മക്കളുണ്ടാകും, വിഷമുണ്ടാകും, സങ്കടം ഉണ്ടാകും, രോഗം വരും, എല്ലാം മനുഷ്യന്റേതായ പ്രശ്നങ്ങൾ ഉണ്ടാകും. എന്ന പ്രത്യേകതയല്ലേ ഉണ്ട്. അതെന്താണ്? യൂഹാ ഇലയ്യ, വഹി ലഭിക്കുന്നുണ്ട്. അല്ലാഹുവിന്റെ റസൂലിന് റസൂലായി തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. അള്ളാഹുവിന്റെ ദൂതേൽപ്പിക്കപ്പെട്ട അന്ത്യപ്രവാചകനാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. സഹോദരങ്ങളെ, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അങ്ങനെ കൊണ്ടുപോയി. റസൂല് എന്റെ ഹൃദയത്തെ കഴുകി, എന്നിട്ട് അതില് ഈമാനും ഹിക്മത്തും നിറച്ചു എന്ന റസൂൽ പറയുന്നത്. ഈമാനും ഹിക്മത്തും എന്റെ ഹൃദയത്തിൽ നിറച്ചു. എന്നിട്ടാണ് അവിടെ ഒരു ഒരുക്കം നടക്കണം. റസൂലുള്ളാഹിനെ ആകാശയാത്രക്കും അവിടുന്ന് അങ്ങോട്ട് രാപ്രയാണത്തിന് മസ്ജിദുൽ അഖ്സയിലേക്കും അവിടുന്ന് അങ്ങോട്ട് ആകാശത്തേക്കും ഉയർത്തുന്നതിനുള്ള ഒരു ഒരുക്കം നടക്കുകയാണ്. അങ്ങനെയാണ് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ യാത്ര ചെയ്തത്. നമുക്ക് ചരിത്രത്തിൽ നമ്മൾ വായിച്ചിട്ടുള്ള പോലെ ബുറാഖ് എന്ന് പറയുന്ന ഒരു വാഹനത്തിലാണ് യാത്ര ഉണ്ടായത്. ബുറാഖ് എന്ന് പറയുന്ന ഒരു മൃഗമാണ്. റസൂൽ തന്നെ പറഞ്ഞാൽ ഒരു മൃഗത്തെ കൊണ്ടുവന്നു. അബിയൽ, നല്ല വെളുത്തൊരു മൃഗമായിരുന്നു. ദൂനൽ ബാഗിലി വഫൗഖൽ ഹിമാരി, സാധാരണ കഴുതകളെക്കാൾ വലിപ്പമുള്ള എന്നാൽ കോവർ കഴുതയോളം വലിപ്പമില്ലാത്ത, അതിന് രണ്ടിനുമിടയിലുള്ള ബുറാഖ് എന്നു പേരുള്ള വെളുത്ത ഒരു മൃഗത്തിലാണ് എന്നെ കൊണ്ടുപോയത്. എന്നിട്ട് ബൈത്തുൽ മുഖദ്ദസിന്റെ പുറത്ത് അതിനെ നിർത്തി ഞങ്ങൾ ഇറങ്ങി പള്ളിയിൽ കയറി 2 റക്അത്ത് നമസ്കരിച്ചു. മറ്റ് പ്രവാചകന്മാർ, മുൻകഴിഞ്ഞുപോയ പ്രവാചകന്മാരുടെ മുന്നിൽ ഞാൻ ഇമാമായി നിൽക്കുകയുണ്ടായി. റസൂലാണ് ഇമാമായി നിന്നത്. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം അടക്കമുള്ള, ഈസാ അലൈഹി ഇസ്ലാം അടക്കമുള്ള, മൂസാ നബി അലൈഹി ഇസ്ലാം, ഇതൊക്കെയാണ് പേര് പറയപ്പെട്ട പ്രവാചകന്മാർ. ആ കൂട്ടത്തിൽ ആ പ്രവാചകന്മാരൊക്കെ പിന്നിലുണ്ടായിരുന്നു. അവിടെയാണ് അവരെ നിർത്തിയിട്ടാണ് ഞാൻ നമസ്കരിച്ചത്. റസൂൽ പറയാണ്, അവിടെ എന്റെ മുമ്പിൽ 2 പാനീയങ്ങൾ എന്റെ മുമ്പിൽ കൊണ്ടുവരപ്പെട്ടു. ഖദ്ഹൈൻ മിൻ ഖംറിൻ വലബൻ, പാലിന്റെയും കള്ളിന്റെയും 2 ചഷകങ്ങൾ എന്റെ മുമ്പിൽ കൊണ്ടുവന്നു. ഫനളറ ഇലൈഹിമാ ഫഅഖദൽ ലബന, ഞാൻ അത് 2ലേക്ക് നോക്കിയിട്ട് അതൊന്ന് പാലെടുത്തു. റസൂല് അത് 2ന്നും പാല് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തെരഞ്ഞെടുത്തു. ഖാല ജിബ്രീൽ, ഇത് കണ്ടിട്ട് ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, അൽഹംദുലില്ലാഹ്, അല്ലാഹുവിന് സ്തുതി, അല്ലദീ ഹദാക ലിൽ ഫിത്ര, പരിശുദ്ധമായ ഒരവസ്ഥയിലേക്ക് താങ്കളെ നയിച്ച അല്ലാഹുവിന് സ്തുതി. ലൗ അഖദ്തൽ ഖംറ, അള്ളാന്റെ റസൂലിനെ സെലക്ട് ചെയ്യാനാണ് 2 കൊണ്ടുവന്ന് വെച്ചു കൊടുത്തത്. ലൗ അഖദ്തൽ ഖംറ, കള്ളായിരുന്നു
നബിയെ താങ്കൾ എടുത്തിരുന്നുവെങ്കിൽ ഉമ്മത്തു താങ്കളുടെ സമുദായം മുഴുവൻ പിഴച്ചു പോകുമായിരുന്നു. റസൂല് സ്വയം തെരഞ്ഞെടുത്തതാണ്. പാലിനെയാണ് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തെരഞ്ഞെടുത്തത്. സഹോദരങ്ങളെ, സഹോദരിമാരെ, ഈ ലോകത്തുള്ള മുഴുവൻ മനുഷ്യരിലേക്കും റസൂലായി നിയോഗിക്കപ്പെട്ട മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസനത്തുൻ, ഉത്തമമായ മാതൃക. ജീവിതത്തിന്റെ എന്ത് ഒരു ക്ലാഷ് വരുന്നിടത്തൊക്കെ നിങ്ങൾ റസൂലുള്ളാഹിനെ പഠിച്ചാൽ മതി, റസൂലിനെ പറ്റി ചിന്തിച്ചാൽ മതി. നിങ്ങൾ ജീവിതത്തിൽ പ്രതിസന്ധി വരുന്നിടത്തൊക്കെ മുഹമ്മദ് നബി എങ്ങനെ എന്ന് മനസ്സിലാക്കിയാൽ മതി, നിങ്ങൾക്ക് ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ കഴിയും എന്ന വലിയ പാഠമാണ്, സന്ദേശമാണ് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് നൽകുന്നത്. സഹോദരങ്ങളെ, അള്ളാഹുവിനെ ഭയപ്പെടുകയും അള്ളാഹുവിനെ സൂക്ഷിക്കുകയും അള്ളാഹുവിന്റെ കൽപ്പന നിർദ്ദേശങ്ങൾ ശ്രദ്ധിച്ചും അനുസരിച്ച് പാലിച്ചും ജീവിക്കുകയും ചെയ്യുന്ന സ്വാലിഹ്യങ്ങളിൽ, സജ്ജനങ്ങളിൽ അള്ളാഹു കുടുംബസമേതം നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാണ്. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. ആദരണീയരായ വിശ്വാസികളെ, സഹോദരന്മാരെ, സഹോദരികളെ, അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്, ശക്തിയായി വസിയത്ത് ചെയ്യുകയാണ്. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ കൂടെയാണ് ആകാശയാത്ര നടത്തുന്നത്. മസ്ജിദുൽ അഖ്സയിൽ നിന്നാണ്, ഫലസ്തീനിൽ നിന്നാണ്, ഷാമിൽ നിന്നാണ് ആകാശയാത്ര കഴിഞ്ഞിട്ടാണ്, രാപ്രയാണം കഴിഞ്ഞാണ് ആകാശയാത്ര. അതിന്റെ ഇടയിലാണ് ആകാശയാത്ര ഉണ്ടാകുക. ആകാശയാത്രയ്ക്ക് വേണ്ടി ഒരു മിഅ്റാജ് കൊണ്ടുവരപ്പെട്ടു. അതാണ് നമ്മൾ ഇസ്രാ മിഅ്റാജ് എന്ന് പറയുന്നത്. റസൂൽ പറഞ്ഞ ഒരു മിഅ്റാജ് കൊണ്ടുവരപ്പെട്ടു. മിഅ്റാജ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പടിപടിയായി കയറി പോകാവുന്ന ഒന്നാണ്. ഇതൊക്കെ എന്താണ്, ഇതിന്റെ രൂപം എന്താണ്, എന്ത് കോണിയാണ്, ഏത് രൂപത്തിലാണ്, എത്ര പടി ഉണ്ടായിരുന്നു, ഇതിനൊന്നും വിശദീകരണങ്ങളില്ല. അത്ഭുതം നടന്നു എന്ന് റസൂൽ പറയുന്നിടത്ത്, മുഅ്ജിസത്തായി ഉണ്ടായി എന്ന് പറയുന്നിടത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതെന്താണെങ്കിൽ അതിന് വിശദീകരണവും വ്യാഖ്യാനവും ഇല്ലാതെ അതിന്റെ അപ്പുറപ്പുറവും പൊടിപ്പും തൊങ്ങലും നമ്മുടേതായി ചേർക്കാതെ പറഞ്ഞതെന്താണോ അത് ആ രൂപത്തിൽ അങ്ങനെ മനസ്സിലാക്കി ഉൾക്കൊണ്ട് സ്വീകരിക്കുക. ഇതാണ് ഇത്തരം വിഷയങ്ങൾ സ്വീകരിക്കേണ്ടുന്ന രീതി. ഒന്നാം ആകാശത്തേക്കാണ് എന്നെ കൊണ്ടുപോയത്. ഞാൻ അവിടെ ഒരാളെ കണ്ടു. അദ്ദേഹത്തിന്റെ ഫൈദാ റജുലുൻ ഖാഇദുൻ അലാ യമീനിഹി അസ്വിദത്തുൻ വഅലാ യസാരിഹി അസ്വിദത്തുൻ ഇദാ നളറ ഖിബ്ല യമീനിഹി ളഹിക് വഇദാ നളറ ഖിബ്ല യസാരിഹി ബക. ഞാൻ അവിടെ ഒരാളെ കണ്ടു. അദ്ദേഹത്തിന്റെ വലതു ഭാഗത്ത് കുറെ മനുഷ്യരൂപങ്ങളുണ്ട്, ഇടതു ഭാഗത്ത് കുറെ മനുഷ്യരൂപങ്ങളുണ്ട്. അദ്ദേഹത്തിന്റെ വലതു ഭാഗത്തേക്ക് നോക്കുമ്പോൾ ചിരിക്കും, ഇടതു ഭാഗത്തേക്ക് നോക്കുമ്പോൾ കരയും. ഞാൻ ജിബ്രീലിനോട് ഇതാരാണെന്ന് ചോദിച്ചു. ജിബ്രീൽ അലൈഹിസ്സലാം എന്നോട് പറഞ്ഞു, അത് ആദമാണ്, ആദം നബി അലൈഹിസ്സലാം ആദമാണ് എന്ന് എനിക്ക് ഉത്തരം നൽകി. വലതുഭാഗത്ത് സജ്ജനങ്ങളാണ്, അദ്ദേഹത്തിന്റെ മക്കളിലെ സജ്ജനങ്ങളുടെ പ്രതീകാണ് വലതുഭാഗത്ത്. അതാണ് അദ്ദേഹത്തെ സന്തോഷിപ്പിക്കുന്നതും അതിനാണ് അദ്ദേഹം ചിരിക്കുന്നതും. ഇടതുഭാഗത്ത് ദുർജനങ്ങളാണ്, പിഴച്ചുപോയ ആളുകളാണ്, അതാണ് അദ്ദേഹത്തെ സങ്കടപ്പെടുത്തുന്നതും അതിനാണ് അദ്ദേഹം കരയുന്നതും എന്ന് ജിബ്രീൽ അലൈഹിസ്സലാം എനിക്ക് പറഞ്ഞു തരികയുണ്ടായി എന്ന് പറയുന്നുണ്ട് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് കഴിഞ്ഞിട്ടാണ് പ്രവാചകന്മാരെ പലരെയും കാണുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബൈത്തുൽ മഅ്മൂർ കാണിച്ചു കൊടുക്കുന്നു. ബൈത്തുൽ മഅ്മൂർ എന്ന് പറയുന്നത് ആകാശലോകത്ത് പരിശുദ്ധ ഖുർആനിൽ സൂറത്തു തൂറിൽ ബൈത്തുൽ മഅ്മൂർ എന്ന് പറയുന്നത്. ബൈത്തുൽ മഅ്മൂർ എന്ന് പറയുന്നത് ആകാശലോകത്തുള്ള മലക്കുകൾ ഇബാദത്തെടുക്കുന്ന ഒരു കേന്ദ്രം, ഒരു പള്ളി എന്നാണ് ബൈത്തുൽ മഅ്മൂർ പണ്ഡിതന്മാർ വിശദീകരിക്കുന്നത്. അത് കഴിഞ്ഞ് സിദ്റത്തുൽ മുൻതഹ വരെ എന്നെ കൊണ്ടുപോയി. സിദ്റത്തുൽ മുൻതഹ കഴിഞ്ഞിട്ടാണ് ജന്നത്തുള്ളത്, സ്വർഗ്ഗമുള്ളത്. ഏഴാകാശവും കയറി ബൈത്തുൽ മഅ്മൂർ കണ്ടു. സിദ്റത്തുൽ മുൻതഹ വരെ. സിദ്റത്തുൽ മുൻതഹ, സിദ്റത്ത് എന്ന് പറയുന്ന പദത്തിന്റെ അർത്ഥം ഇലന്ത മരം എന്നാണ്. അൽ മുൻതഹ എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റത്തുള്ള, അതിന്റെ അപ്പുറത്തില്ല, അങ്ങേയറ്റത്തുള്ള. ഇത് പണ്ഡിതന്മാരിതൊക്കെ വിശദീകരിക്കുന്ന അതുവരെയാണ് സൃഷ്ടികൾക്ക് അള്ളാഹു വെച്ചിട്ടുള്ള ഒരു പരിധി. അതാണ് സിദ്റത്തുൽ മുൻതഹ. അങ്ങേയറ്റത്തെ ഇലന്ത മരം വരെ ഞാൻ പോയി. ആ സിദ്റത്തുൽ മുൻതഹ ഞാൻ കണ്ടു. അവിടെ വെച്ചിട്ടാണ് ജിബ്രീൽ അലൈഹിസ്സലാമിനെ പരിശുദ്ധ ഖുർആൻ പറയുന്നത്. സൂറത്തുൽ നജ്മിന്റെ അവസാന ഭാഗത്ത് റസൂല് ജിബ്രീലിന്റെ രൂപത്തിൽ കണ്ടത്. ജിബ്രീൽ അലൈഹിസ്സലാമിനെ മലക്കിന്റെ രൂപത്തിൽ റസൂല് കണ്ട ഒരു സ്ഥലം സിദ്റത്തുൽ മുൻതഹന്റെ അടുത്ത് വെച്ചിട്ടാണ് ജിബ്രീലിന്റെ പ്രകൃതത്തിൽ ഒരു മലക്കിന്റെ രൂപത്തിൽ റസൂല് കാണുകയുണ്ടായി. സൂറത്തുൽ നജ്മിന്റെ 53-ാം അധ്യായം സൂറത്തുൽ നജ്മിൽ ഖുർആൻ അത് അങ്ങനെ തന്നെ പറയുന്നുണ്ട്. ഇന്ദ സിദ്റത്തുൽ മുൻതഹ,
സിദ്റത്തുൽ മുൻതഹയുടെ അടുത്ത് വെച്ചിട്ട് ജിബ്രീലിനെ റസൂൽ കാണുകയുണ്ടായി എന്ന് ഖുർആൻ പറയുന്നുണ്ട്. ഏതായിരുന്നാലും അത് കഴിഞ്ഞ് സ്വർഗം കാണിച്ചു, നരകം കാണിച്ചു എന്നൊക്കെ. സ്വർഗം പ്രവേശിച്ചു, അവിടുത്തെ മണ്ണ് കസ്തൂരിയാണ്, ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട് മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് കഴിഞ്ഞ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അക്സയിൽ വരികയും അക്സയിൽ നിന്ന് വീണ്ടും മക്കത്തെത്തുകയും എന്നിട്ട് നേരം പുലരുന്നതിന് മുമ്പേ ഇതെല്ലാം നടന്നു എന്നാണ് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. ആ യാത്രയിലാണ്, ഞാൻ അതുകൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം, ആ യാത്രയിലാണ് നമസ്കാരം നിർബന്ധമാകുന്നത്. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫറളല്ലാഹു അലാ ഉമ്മത്തി 50 സ്വലാ, 50 നേരത്തെ നമസ്കാരം നിർബന്ധമാക്കി. ഫറജഅതു ബിദാലിക ഹത്താ മറർതു അലാ മൂസ നബി അലൈഹി സ്വലാമിന്റെ അടുത്തുകൂടെ ഞാൻ വരുമ്പോൾ മൂസ നബി അലൈഹി സ്വലാം ചോദിച്ചു എന്നോട്, മാ ഫറളല്ലാഹു ലക വലി ഉമ്മത്തിക്, താങ്കൾക്കും താങ്കളുടെ സമുദായത്തിനും അല്ലാഹു എന്താണ് നിർബന്ധം വേണം എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പൊ ഞാൻ പറഞ്ഞു 50 സ്വലാ, 50 വക്ത് നമസ്കാരമാണ്. ഖാല ഫർജ ഇലാ റബ്ബിക ഫഇന്ന ഉമ്മതക ലാ തുതീഖു ദാലിക, മടങ്ങിപ്പോയി അല്ലാഹുവിനോട് അത് കുറച്ചു തരാൻ കഴിയില്ല, ആളുകളെ കൊണ്ട് 50 നേരത്തെ നമസ്കാരം കഴിയില്ല. അപ്പൊ ഞാൻ മടങ്ങിപ്പോയി എന്നിട്ട് കുറച്ചു തരാൻ ആവശ്യപ്പെട്ടു, പകുതിയാക്കി. മൂസാ നബി അലൈഹി സ്വലാം വീണ്ടും ചോദിക്കുന്നുണ്ട്, മടങ്ങിപ്പോകാൻ പറയുന്നു, കുറച്ചു തരാൻ ആവശ്യപ്പെടുന്നു, അള്ളാഹു എനിക്കത് വീണ്ടും കുറച്ചു തന്നു. അങ്ങനെ 3 തവണ ഇത് ആവർത്തിക്കുന്നുണ്ട്. 4ാമത്തെ തവണ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്നിട്ട് പറഞ്ഞു, ഫഹിയ ഫഖാല ഹിയ 5, 5 ആക്കിയിട്ടുണ്ട്. വഹിയ 50, 50ന് തുല്യമായി 5 ആക്കി എനിക്കത് നിശ്ചയിച്ചു തന്നിട്ടുണ്ട്. അപ്പൊ മൂസാ നബി അലൈഹി സ്വലാം പറഞ്ഞു, റാജിയ റബ്ബക്, അള്ളാന്റെ അടുത്തേക്ക് തിരിച്ചു പോകും, എന്നിട്ട് ഇത് ആളുകൾക്ക് കഴിയില്ല, ചുരുക്കി തരാൻ പറയും എന്ന് വീണ്ടും മൂസാ നബി അലൈഹി സ്വലാം പറയുന്നുണ്ട്. അപ്പൊ അള്ളാന്റെ റസൂൽ പറഞ്ഞു, ഫഖുൽതു ഇസ്തഹിയൈതു മിർ റബ്ബി, ഇനി പടച്ചവനോട് പോയിട്ട് റബ്ബിനോട് പോയിട്ട് ഇത് കുറച്ചു തരണം എന്ന് പറയാൻ എനിക്ക് മടി തോന്നുന്നു. എങ്ങനെ നമ്മൾ പറയും, ഇനി എങ്ങനെ അങ്ങനെ മടി തോന്നുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ പറയുകയും, എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ പറയാണ്, ഒരു വിളിച്ചു പറയുന്നതായി ഞാൻ കേട്ടു, 5 നേരത്തെ നമസ്കാരം ഉമ്മത്തിന് നിർബന്ധമാക്കിയിരിക്കുന്നു എന്ന് വിളിച്ചു പറയുന്നതായി ഞാൻ കേട്ടു. ആ 5 നേരത്തെ നമസ്കാരം എന്ന് പറയുന്നത് ആകാശലോകത്ത് അള്ളാഹുവിന്റെ റസൂലിനെ അങ്ങോട്ടേക്ക് വിളിച്ചു വരുത്തിയിട്ട് 50 നേരത്തെ നമസ്കാരം ഏൽപ്പിച്ച് ആ 50 നേരത്തെ നമസ്കാരത്തിന് തുല്യമാണ് 5 നേരത്തെ നമസ്കാരം എന്ന് പറഞ്ഞ് ചുരുക്കി തന്ന നമസ്കാരമാണ് 5 നേരത്തെ നമസ്കാരം. ഒരു വക്ത് നമ്മൾ നമസ്കരിക്കുമ്പോൾ 10 വക്ത് നമസ്കാരത്തിന്റെ പ്രതിഫലമാണ് അള്ളാഹു നമുക്ക് നൽകുക. ഒരു സുബഹി നിസ്കരിക്കുക എന്ന് പറഞ്ഞാൽ അത് 10 വക്ത് നമസ്കാരത്തിന് സമാനമായ രീതിയിലാണ് ഒരു വക്ത് നമസ്കാരം. അത്രയും മഹത്വമുള്ള, ശ്രേഷ്ഠതയുള്ള, പ്രാധാന്യമുള്ള, ഗൗരവമുള്ള ദീനിലെ ഇബാദത്താണ് ആകാശലോകത്തേക്ക് റസൂലുള്ളാഹിനെ വിളിച്ചു വരുത്തി ഒരു കാര്യം മാത്രമാണ് നിർബന്ധമാക്കി മടക്കിവിടുന്നത്. അതാണ് നമസ്കാരം എന്ന് പറയുന്നത്. ആ നമസ്കാരം അത്ര ഗൗരവത്തോടെ നമ്മുടെ ജീവിതത്തിലുണ്ടാകും, നമ്മുടെ ലൈഫിന്റെ ജീവിതത്തിന്റെ നമ്മുടെ ഭാഗമായി അത് മാറണം. നമ്മൾ സമയാസമയങ്ങളിൽ ഭക്ഷണം കഴിക്കുന്നത് പോലെ, രാത്രി നമ്മൾ കിടന്നുറങ്ങുന്നത് പോലെ സത്യവിശ്വാസിയുടെ ജീവിതത്തിന്റെ ഒരിക്കലും മറക്കാത്ത, വിട്ടുപോകാത്ത, ഉപേക്ഷിക്കാത്ത, നമ്മൾ തട്ടിമാറ്റാത്ത, ഏത് പ്രതിസന്ധിയിലും നിർവഹിച്ചുകൊണ്ടേയിരിക്കുന്ന യുദ്ധം ചെയ്യുകയാണെങ്കിൽ 10 ആളുണ്ടെങ്കിൽ 5 ആള് യുദ്ധം ചെയ്ത് പിന്നിൽ 5 ആൾ നിന്ന് നമസ്കരിക്കട്ടെ എന്ന് 5 ആളുടെ നമസ്കാരം കഴിയുമ്പോൾ അവർ യുദ്ധമുന്നണിയിലേക്ക് പോവുകയും നേരത്തെ യുദ്ധം ചെയ്തവർ പിന്നിൽ വന്ന് അവർ നമസ്കാരം നിർവഹിക്കുകയും ചെയ്യട്ടെ എന്ന് പറയുന്നത് ആ അമലിന്റെ, ആ ഇബാദത്തിന്റെ ഗൗരവവും പ്രാധാന്യവും മഹത്വവുമാണ്. അള്ളാഹുവിന്റെ ദീനിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുമ്പോൾ ഒഴിവാക്കാൻ പാടില്ലാത്തൊരു ഇബാദത്ത് പെരയില് വിരുന്നോ കല്യാണോ ഉണ്ടാകുന്ന ദിവസം ഒഴിവാക്കാൻ പറ്റുമോ എന്ന് നമ്മൾ ഫത്വ ചോദിക്കുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ എത്തരുത്. നിർബന്ധമാണ്, ഒരിക്കലും ഒഴിവില്ലാത്ത, വിട്ടുപോകാൻ പാടില്ലാത്ത. നിങ്ങൾക്കത് കിടന്ന കിടപ്പിൽ കണ്ണിന്റെ ഒരു ഇഷാറത്ത് കൊണ്ട് റുക്കുവിലേക്ക് പോകുന്നതിന് പകരം കൺപോളെ ഒന്നിങ്ങനെ താഴ്ത്തുക, അതേ കഴിയൂ. കണ്ണിങ്ങനെ അനക്കാന്നല്ലാതെ മറ്റൊന്നിനും കഴിയാതെ മലർന്നിങ്ങനെ കിടക്കുമ്പോ എങ്ങനെ നിസ്കരിക്കാം? നിങ്ങൾ ആ കൺപോള ളുഹറിന്റെ സമയമാകുമ്പോ കൺപോളെ ഒന്നിങ്ങനെ താഴ്ത്തി റുക്കുവിൽ പോയി അത് ഉയർത്തി, റുക്കുവിൽ നിന്ന് എണീച്ച് അത് വീണ്ടും താഴ്ത്തി സുജൂദ് പോയി അത് വീണ്ടും പൊക്കി സുജൂദിൽ നിന്ന് എഴുന്നേറ്റ് ആ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ നടത്തേണ്ട പ്രാർത്ഥനകൾ, റുക്കുവിലെ പ്രാർത്ഥനകൾ, അതൊക്കെ കണ്ണിന്റെ ഒരു ഇഷാറത്താണോ നിങ്ങൾക്ക് കഴിയുന്നത്? നിങ്ങൾ അങ്ങനെ നിസ്കരിക്കണം എന്ന് പഠിപ്പിച്ചു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിനെ ഭയപ്പെടുന്ന, അള്ളാഹുവിനെ സൂക്ഷിക്കുന്ന, കൽപ്പനാ നിർദ്ദേശങ്ങൾ ശ്രദ്ധിച്ചും അനുസരിച്ച് പാലിച്ചും ജീവിക്കുന്ന സ്വാലിഹീങ്ങളിൽ, സജ്ജനങ്ങളിൽ, സദ്വൃത്തവാന്മാരിൽ, നല്ല മനുഷ്യരിൽ അള്ളാഹു നമ്മയും നമ്മുടെ മക്കളെയും നമ്മുടെ ഇണകളെയും കുടുംബങ്ങളെയും
ഉൾപ്പെടുത്തി അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. തഖ്വയോടുകൂടെ ജീവിക്കാനും ഈമാനോടുകൂടെ മരിക്കാനുമുള്ള സൗഭാഗ്യം അള്ളാഹു നമുക്ക് ഓരോരുത്തർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. അറിഞ്ഞും അറിയാതെയും ചെയ്തുപോയ ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങളും പാപങ്ങളും അള്ളാഹു നമുക്ക് പുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മെ പിരിഞ്ഞുപോയ മാതാപിതാക്കളുടെ സഹോദരി സഹോദരന്മാരുടെ ബന്ധുമിത്രാദികളുടെ കൂടെ പരലോകത്ത് സ്വർഗ്ഗത്തിൽ ഒത്തുചേരാൻ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, സുപ്രധാനമായ ഒരു കാര്യം നമ്മുടെ സുഹൃത്തുക്കൾ ഓർമ്മപ്പെടുത്താൻ വേണ്ടി പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയം, നമ്മൾ ജീവിക്കുന്ന ഒരു നാട്ടിലെ ഇവിടുത്തെ നിയമങ്ങളും ഇവിടുത്തെ സംവിധാനങ്ങളൊക്കെ അറിഞ്ഞുപയോഗിച്ചും അതിന് അനുകൂലമായുമാണ് നമ്മൾ നമ്മുടെ ജീവിതങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഈ രാജ്യത്ത് ജീവിക്കുമ്പോൾ ഇവിടുത്തെ ഒരു ജനാധിപത്യ സംവിധാനത്തിന്റെ ഭാഗമാവുക എന്ന് പറയുന്നത് അത് നമ്മൾ രാഷ്ട്രീയത്തിൽ പാർട്ടി ഉണ്ടാക്കുകയും ആ പാർട്ടിയിൽ സ്ഥാനാർത്ഥികളെ നിർത്തുകയും അവർ മത്സരിക്കുകയും നിയമസഭയിലോ അവര് ഏതെങ്കിലും നിലക്ക് പാർലമെന്റിലൊക്കെ എത്തുകയും അവരിലൂടെ സമുദായത്തിന് ഉപകാരം കിട്ടുകയും ചെയ്യുക എന്നത് മാത്രമല്ല, അതിനേക്കാൾ പ്രധാനപ്പെട്ട ഒരു ഏരിയയാണ് ഉദ്യോഗരംഗം എന്ന് പറയുന്നത്. നമുക്കെല്ലാവർക്കും അതിന്റെ പ്രാധാന്യം അറിയാം. സർക്കാർ ഉദ്യോഗം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ഏത് ചെറിയ ഉദ്യോഗങ്ങളാണെങ്കിലും സർക്കാർ ഉദ്യോഗം എന്ന് പറയുന്നത് ഒരു സമൂഹത്തിന്റെ ജനാധിപത്യ സംവിധാനത്തിൽ ഒരു സമൂഹത്തിന്റെ നിലനിൽപ്പുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഒരു 2 നോട്ടിഫിക്കേഷൻ അത് നിങ്ങളുടെ ഒരു ശ്രദ്ധയിൽപ്പെടുത്താൻ വളരെ സ്നേഹത്തോടുകൂടി നമ്മുടെ സുഹൃത്തുക്കൾ ആവശ്യപ്പെട്ടതാണ്. ഒന്ന്, കേരള സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എന്ന് പറയുന്ന ഒരു തസ്തികയിലേക്ക് ഈ മാസം 29 അതിന്റെ അപ്ലിക്കേഷന്റെ ലാസ്റ്റ് ഡേറ്റ്. ഡിഗ്രി കഴിഞ്ഞ ആർക്കും അപേക്ഷിക്കാവുന്ന ഒരു താക്കോൽ സ്ഥാനം എന്ന് പറയാവുന്ന നിർണായകമായ തീരുമാനങ്ങളൊക്കെ എടുക്കുന്നിടത്ത് പങ്ക് കൊള്ളാവുന്ന ഒരു പോസ്റ്റാണത്. അതിന് പ്രാപ്തരായ ആളുകൾ നമ്മുടെയൊക്കെ വീട്ടിലുണ്ട്, ആൺകുട്ടികളായിട്ടും പെൺകുട്ടികളായിട്ടുണ്ട്. ഡിഗ്രി കഴിയേ വേണ്ടുള്ളൂ. അത് മനസ്സിലാക്കിയിട്ട് അതിന്റെ ഒരു അപ്ലിക്കേഷൻ എടുത്തിട്ട് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എന്ന് പറയുന്ന പോസ്റ്റ് അത് ശ്രദ്ധിക്കണം എന്നൊന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ സബ് ഇൻസ്പെക്ടർ, അതും 29 തീയതിയാണ് അതിന്റെ ലാസ്റ്റ് ഡേറ്റ്. ഈ കാര്യങ്ങൾ ഇതൊരു മെമ്പറിൽ നിന്ന് പറയുന്നത്, ഇതെല്ലാ ആഴ്ച ഇങ്ങനെ ഒരു കരിയർ ഗൈഡൻസ് ഇവിടെ നിന്ന് തരാൻ കഴിയില്ല. പക്ഷെ ഞാൻ ഇത് കോമൺ ആയി സുഹൃത്തുക്കൾ പറയുമ്പോൾ ഇത് രണ്ടും നിങ്ങളോട് അത്ര പ്രാധാന്യത്തോടുകൂടെ പറയുന്ന ഈ വിഷയങ്ങളിൽ നമ്മുടെ ഒരു ശ്രദ്ധയുണ്ടാകണം. അങ്ങനെയുള്ള കാര്യങ്ങളിൽ വ്യക്തിപരമായി നമ്മൾ സംഘടിതമായും ഒക്കെ ചെയ്യുന്ന പ്രവർത്തനങ്ങളിൽ ഈ കാര്യങ്ങൾ കൂടി ഉൾപ്പെടുത്തണം. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സമൂഹത്തിൽ, ഏത് രാജ്യത്താണെങ്കിലും ജനാധിപത്യ സംവിധാനത്തിൽ ഒരു സമൂഹത്തിന്റെ ഒരു സമുദായത്തിന്റെ നിലനിൽപ്പുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ശ്രദ്ധയിൽപ്പെടുത്തിയത്. അള്ളാഹു അവനെ ഭയപ്പെടുകയും സൂക്ഷിക്കുകയും അള്ളാഹുവിന്റെ കൽപ്പനാ നിർദ്ദേശങ്ങൾ ശ്രദ്ധിക്കുകയും അനുസരിക്കുകയും പാലിക്കുകയും ചെയ്യുന്ന സ്വാലിഹ്യങ്ങളിൽ സജ്ജനങ്ങളിൽ കുടുംബസമേതം നമ്മൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات اللهم أجرنا من النار اللهم أجرنا من النار اللهم أجرنا من النار اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.